പാല് കുടിക്കേണ്ട പ്രായത്തിൽ പാല് നൽകി, നടക്കേണ്ട പ്രായത്തിൽ നിന്നെ നടത്തിച്ചു, ഇരുത്തിക്കേണ്ട പ്രായത്തിൽ നിന്നെ ഇരുത്തിച്ചു, അതേപോലെ എഴുതേണ്ട പ്രായത്തിൽ നിന്നെ എഴുതിച്ചു. അങ്ങനെ മെല്ലെ മെല്ലെ അവസാനം ഈ ദുനിയാവിലുള്ള ഓരോ അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് നിന്നെ വളർത്തിയെടുത്തതിന് ശേഷം നീ ധിക്കരിക്കുകയാണ്, നീ അഹങ്കരിക്കുകയാണ്, നീ ആരോ ആയി എന്ന് നീ കരുതുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയെടുത്തതായ രൂപമാണ് ഇവിടെ പറയുന്നതെങ്കിൽ റഹ്മാനായ തമ്പുരാൻ ഓരോ രക്തപിണ്ഡമാക്കി മാറ്റുന്നു. രക്തപിണ്ഡം കുറച്ച് കാലം കഴിയുമ്പോൾ മാംസപിണ്ഡമായി മാറുന്നു. പിന്നെ അതിലേക്ക് അസ്ഥികൾ വന്ന് നിറയുന്നു, അതിലേക്ക് നരവുകൾ വന്ന് നിറയുന്നു, അതിലേക്ക് കോശങ്ങൾ വരുന്നു, അതിലേക്ക് എൻഡോക്രൈൻ സിസ്റ്റം വരുന്നു എന്ന് പറഞ്ഞാൽ അന്തസ്രാവി വ്യവസ്ഥ വരുന്നു, ഹോർമോൺ, അതേസമയം തന്നെ നാഡീ വ്യവസ്ഥ നൽകുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായ ഒരു രൂപം. അതിന് മനുഷ്യൻ എന്ന് പറയാൻ കഴിയില്ല, അതിനും മനുഷ്യൻ എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യ, നിനക്കൊരു കാലം റഹ്മാനായ തമ്പുരാൻ തന്റെ ഏറ്റവും അടുത്ത മാലാഖയാകുന്ന മലക്കുൽ അംലാഖ് ജിബ്രീൽ എന്ന് പറയുന്ന ഈ രൂപത്തിന്റെ ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത്. അതുവരെ നമ്മൾ ആ മനുഷ്യനായിരുന്നില്ല, ഒരു രൂപമായിരുന്നു. അത് മറവ് ചെയ്യാൻ രക്തപിണ്ഡം പുറത്തേക്ക് വന്ന് രക്തപിണ്ഡം എന്നാ പറയാ, എല്ലാ മാംസപിണ്ഡം എന്നാ പറയാ, എല്ലാ ഭ്രൂണം എന്നാ പറയാ, മനുഷ്യൻ എന്ന് പറയില്ല. ഇവിടെ കണ്ട മുഅ്മിനീങ്ങളെ റബ്ബ് തആല വളർത്തിയെടുക്കുന്ന ഘട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വെറും ആളുകൾ ഇല്ല
ആ പറഞ്ഞോ. എല്ലാം കേൾക്കും, അന്ന് പഠിക്കണ്ട. ശോഭനം വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു. ഈ തിരക്കും തിരക്കിലും വേണ്ടല്ലേ.